ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ഫ്രൈ, അല്ലെങ്കിൽ തിരുവനന്തപുരംകാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വാഴയ്ക്കപ്പം. അപ്പം വാഴയ്ക്കപ്പം ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് കേട്ടാലെന്നല്ല കാണിച്ചുതരാം. ആദ്യം തന്നെ ഒരു വലിയൊരു കപ്പിൽ മീൻസ് ഒരു 1/2 ലിറ്ററോളം വരുന്നൊരു കപ്പിൽ മൈദാമാവ്, പിന്നെ ഒരു 1/2 ഗ്ലാസ് നമ്മൾ സാധാ ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് 1/2 ഗ്ലാസ് അരിപ്പൊടി ഇടണം. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, സോഡാപ്പൊടി, പഞ്ചസാര, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇടുമ്പോൾ തന്നെ മിക്സ് ചെയ്ത് പോകണം. അരിപ്പൊടി ഇടുമ്പോൾ മൈദയും കൂടെ മിക്സ് ചെയ്യണം. ഉപ്പ് ഇടുന്ന സമയത്ത് മിക്സ് ചെയ്യണം. പഞ്ചസാര ഇടുമ്പോഴും മിക്സ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്ത് കുറേ എന്തൊക്കെ ഇടണം അതെല്ലാം മിക്സ് ചെയ്യണം. അതിന് ശേഷം നിങ്ങൾ ഒരു ഗ്ലാസ് മീൻസ് ഇപ്പം സമയം ഏകദേശം 5:30 ആകുമ്പോഴാണ് നമ്മൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച ശേഷം നല്ലോണം മിക്സ് ചെയ്യണം. ഇത് കട്ടിയാവാൻ പാടില്ല, അതുകൊണ്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം ഒരു മിക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിലായിട്ട് ഈ ഒരു ലെവൽ കിട്ടും. അതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ വെള്ളം എടുക്കണം. ഈ ഡ്യൂട്ടീസ് ഒറ്റയ്ക്ക് വെള്ളം എടുക്കുന്നതുമില്ല, എൻ്റെ തലയിൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയിൽ പോയി വെള്ളം എടുക്കണം, കൊണ്ടുവയ്ക്കണം, വെള്ളം എടുക്കണം. അങ്ങനെ ഓരോ സാധനങ്ങളും എടുത്തും വെച്ചും കൊണ്ടുവന്ന് നടക്കണം. ഞാൻ ഹാളിൽ കൊണ്ടുപോയി ഇത്തിരി വെള്ളം വീണ്ടും ഹാളിൽ കൊണ്ടുവച്ചതിന് ശേഷം മൈദയിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കട്ടിയാവാൻ പാടില്ല. ഒരു തരിതരിപ്പ് പോലും വരാണ്ട് ഇങ്ങനെ മീൻസ് നല്ലോണം ആൻറ്റി ക്ലോക്ക് വൈസ് എങ്ങനെ വേണം നിങ്ങൾ മിക്സ് ചെയ്ത് ആ ഒരു പോർഷനിലെത്തണം. മിക്സിങ് പരിപാടി മൊത്തം ഞാൻ തന്നെയാണ്, എനിക്കാണ് അതിൻ്റെ ഡ്യൂട്ടി ഇട്ടിരിക്കണം. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് മിക്സ് ചെയ്യണമെന്ന് ഉള്ളൊരു തെളിവാണ് ഞാൻ കാണിക്കുന്നത് ഗൈസ്. ഇവിടുത്തെ രോദനം ഇതാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ തന്നെ മിക്സ് ചെയ്യണം. അതിനുശേഷം എനിക്ക് ദാഹിച്ചപ്പം കുറച്ച് വെള്ളവും കൂടെ കുടിച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിയേക്ക് മീൻസ് ഇപ്പോൾ ഈ ഒരു ഇത് കണ്ടില്ല, ഈ ഒരു ലെവൽ എടുത്തണം. ഇനി പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് വാഴയ്ക്കപ്പത്തിനുള്ള പഴം ഇങ്ങനെ അരിഞ്ഞ് മാവിലേക്ക് മുക്കണം. ഇതിനൊക്കെ ഞാൻ എൻ്റെ അമ്മയെ തന്നെ വിളിച്ചു കണ്ടതിന് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിനുശേഷം മാവിൽ ഓരോന്ന് പറക്കിയിട്ട് അതിനെ കുളിപ്പിച്ച് എന്തൊരു കൊച്ചിനെ കുളിപ്പിക്കുന്ന പോലെ കുളിപ്പിച്ചതിന് ശേഷം തിളയ്ക്കുന്ന എണ്ണയിലേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കണം. ആ തിളയ്ക്കുന്ന എണ്ണയിൽ കിടന്നത് അങ്ങ് കുളിച്ച് സെറ്റായി വരുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് ഒരു യെല്ലോയിഷ് കളറാകുമ്പോഴേക്കും തിരിച്ചിട്ടിടണം. അങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും അതൊക്കെ റെഡിയാക്കണം. ഞാൻ അവിടെ വെറിഞ്ചാക്കി സെറ്റാക്കുകയാണ്. ഈ ഒരു ലെവലെത്തുമ്പം ഇവിടെ വാഴയ്ക്കപ്പം റെഡി. അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസൊക്കെ കുടിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. സെറ്റ് വാഴയ്ക്കപ്പം സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പോൾ ബൈ.